coordinator of the PMG chair. Some of you remember that we had a discussion on artificial intelligence led by Dr. Achyut Shankar some time ago, which was very, very interesting. So one of the tasks of the chair is to bring up topics and issues which are not usually covered in your normal syllabus. So because the university is a place where you bring together various disciplines. Uni in Latin is one, unus. So university is a place of the union of disciplines, coming together of various forms of knowledge. But in our time of specialization, sometimes this is completely forgotten. People go into very highly specialized areas and they forget the whole picture. So occasionally we need to be reminded of the holistic picture, the whole picture. May I ask you, are there people who do not follow Malayalam here? No. Okay. അങ്ങനെയാണെങ്കിൽ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞോളാം കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ധർമ്മമാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ അധികം നടക്കുന്നില്ല. അതിൻ്റെ കാരണം സ്പെഷ്യലൈസേഷനാണ്. ഇപ്പോൾ നമ്മുടെ സാബു തോമസ് സാറ് നാനോ ടെക്നോളജിയിൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഞാനൊരു സാർ VC ആയിരുന്നപ്പോൾ സാറിനോട് ആവശ്യപ്പെട്ടു, ഈ യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിഞ്ഞുകൂടാ സാർ എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത്, മിക്കവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വി ഷുഡ് ഹാവ് എ പോപ്പുലർ ലെക്ചർ ഓൺ നാനോ ടെക്നോളജി വിത്ത് എ വ്യൂ ടു ഫ്യൂച്ചർ. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു തീം ഷേപ്പിംഗ് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഈ ചെയറിൻ്റെ ഒരു ലെക്ചർ സീരീസിന് ഇപ്പം പലരുടെ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഷേപ്പിംഗ് അവർ കോമൺ ഫ്യൂച്ചർ, നമ്മൾ ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും ഫൈനലി ഇറ്റ്സ് വി ഹ്യൂമൻ ബീയിങ്സ് ഹു ഡു ഇറ്റ് ആൻഡ് ഇറ്റ്സ് വി ഹു ആർ ഗോയിങ് ടു ഫേസ് ദി ഫ്യൂച്ചർ. അതുകൊണ്ട് വി ഷുഡ് കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് ourselves ഓഫ് ദി കോമൺ ഫ്യൂച്ചർ വിച്ച് വി ആർ ഷേപ്പിംഗ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. ഇങ്ങനൊരു സംഗതിയിൽ ഈ പാരഡൈം ഷിഫ്റ്റ് അതിൻ്റെ ഒറിജിനൽ പ്രപ്പോസ് ചെയ്തത് തോമസ് കുന്നാന്ന് ഇവിടെ സാറ് പറഞ്ഞു. അദ്ദേഹം വിചാരിക്കാത്ത രീതിയിൽ ഇതിന് പോപ്പുലാരിറ്റി ഉണ്ടായി. തോമസ് കുൻ ഹി ഡൈഡ് ഇൻ 1996. I had already made a public lecture in the presence of Dr. Sukumar Azhikode, who was thank you very much. ഇങ്ങനൊരു ബുക്കുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വാങ്ങിക്കണം ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. DC ബുക്സിലെ ആധുനിക വിചാരശില്പികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനൊരു ലെക്ചേഴ്സ് പബ്ലിക് ലെക്ചേഴ്സാണ് കോട്ടയത്ത് കൊടുത്തത്. ഇത് 40 എണ്ണം നടത്തി, അത് 33 എണ്ണം ഇത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള കണ്ടംപററി തിങ്കേഴ്സ് എല്ലാ ഫീൽഡിലുള്ളവരുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ ടെക്നിക്കലായിട്ടൊന്നും പോകുന്നില്ല, അധികം നമുക്ക് സാധിക്കുകയില്ല. ഇപ്പം ഞാൻ ബേസിക്കലി മൈ ട്രെയിനിങ് ഈസ് ഇൻ കെമിസ്ട്രി. എൻ്റെ പാഷനും അതായിരുന്നു, സയൻസ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായി. അതുകൊണ്ട് സയൻസ് ഞാൻ വിട്ടെന്ന് പറഞ്ഞാലും സയൻസിൻ്റെ ഫിലോസഫി ഐ കണ്ടിന്യൂ. ഇപ്പോഴും എനിക്ക് ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പം ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ നേരിൽ കണ്ടാൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലെക്ചർ ഇതാണ്, തോമസ് കുഞ്ഞിനെ കുറിച്ചാണ്. പക്ഷേ അത് മലയാളത്തിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്രയും വ്യക്തമായെന്ന് വരികയില്ലേ. ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് അല്പം ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പല ഡിസിപ്ലിൻസിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റുണ്ട്, ഡീപ്പ് ഇമ്പാക്റ്റുണ്ട്. നമ്മുടെ കണ്ടംപററി ലൈഫിൽ നമ്മുടെ വേഷത്തിലും നമ്മുടെ ഭക്ഷണത്തിലും ഒക്കെ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൂടെ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പാരാഡിഗ്മ എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ് കേട്ടോ. പാരാഡിഗ്മ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മോഡലെന്നും എക്സാമ്പിൾ. ഇപ്പോൾ ഞാൻ ആഥൻസ് യൂണിവേഴ്സിറ്റിയിലും തെസലോനിക്കയിലും ഒക്കെ ചെല്ലുമ്പോഴേ അവിടുത്തെ പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാരാഡിഗ്മ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കും. ഗ്രീക്കിലാണ്. ഫോർ എക്സാമ്പിൾ എന്നാണ് നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്ന പോലെ. ഇത് പ്ലേറ്റോയുടെ കാലം മുതലുള്ള വാക്കാണെങ്കിൽ ഇപ്പോഴും മോഡേൺ ഗ്രീക്കിലും അതുണ്ട്. അതിൽ നിന്നാണ് ഇംഗ്ലീഷുകാർ പാരഡൈം എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ പാരഡിഗ്മ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, മോഡൽ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ശാസ്ത്രത്തിൻ്റെ പുരോഗതി, നമ്മുടെ പൊതുവായ ധാരണ വളരെ സ്റ്റഡിയായിട്ട് ലീനിയറായിട്ട്
രേഖീയമായിട്ടുള്ള പുരോഗതിയാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. കാരണം ഒരാളൊന്ന് കണ്ടുപിടിച്ചു, അതിനോട് ചേർത്ത് വേറൊരാൾ കണ്ടുപിടിച്ചു, അതിൻ്റെ പുറത്തും അങ്ങനെ. പക്ഷേ തോമസ് കുൻ പറയുന്നത് അങ്ങനെയല്ല. ദി പ്രോഗ്രസ് ഓഫ് സയൻസ് ഈസ് നോട്ട് സ്റ്റഡി ആൻഡ് ലീനിയർ. ഇടയ്ക്കിടയ്ക്ക് ചില വിപ്ലവങ്ങളുണ്ടാകും, നേരെ അത് തലകുത്തി മറിയും. അതാണ് പാരഡൈം ചേഞ്ച്. അപ്പം നമ്മുടെ വേൾഡ് വ്യൂ എല്ലാം മാറും, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാറും. ഞാൻ ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് പാരഡൈം ഷിഫ്റ്റിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന പോളിഷ് മാത്തമാറ്റീഷ്യൻ ആസ്ട്രോണമർ പറഞ്ഞു, ഈ ഭൂമി സൂര്യനെ ചുറ്റുകയാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റുകയല്ല എന്ന് പറഞ്ഞു. അതുവരെ, അതായത് ടോളമിയുടെ കാലം മുതൽ 2nd സെഞ്ച്വറി BC മുതൽ വെസ്റ്റിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഭൂമി കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാണ് ജിയോസെൻട്രിക്. നമുക്ക് ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, ഗേ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. അപ്പോൾ ജിയോസെൻട്രിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ്. ഈ ജിയോസെൻട്രിക് കോൺസെപ്റ്റ് ആയിരുന്നു മെഡീവൽ പീരീഡിലെ യൂറോപ്പിലും ഈ കോപ്പർനിക്കസിൻ്റെ കാലം വരെയും അങ്ങനെ പഠിപ്പിച്ചത്. കോപ്പർനിക്കസ് പറഞ്ഞു അത് ശരിയാകുകയില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ കണക്കുകളെല്ലാം അവർ പാസ്സാക്കുന്നത്. എല്ലാ സംഗതികളും ഈ ഭൂമിയാണ് നടുക്ക് നിൽക്കുന്നത്, മനുഷ്യനാണ് അതിൻ്റെ കേന്ദ്രം, ഇങ്ങനെയാണ് പോകുന്നത്. അയാൾ പറഞ്ഞു സൂര്യൻ ആണ് സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം, അതിന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ കറക്കം 365 ദിവസത്തെ കറക്കമാകുമ്പോൾ ഒരു വർഷമാകും. ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് അതിങ്ങനെ അതിൻ്റെ അച്ചുതണ്ടിന്മേൽ കറങ്ങും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ ആരും അത് വിശ്വസിച്ചില്ല. ഇന്നലെ അന്നത്തെ റോമൻ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിയായിരുന്നു ഈ കോപ്പർനിക്കസ്. പക്ഷേ അദ്ദേഹം എഴുതിയ പുസ്തകം ലത്തീൻ ഭാഷയിലാണ്. അന്ന് ഇംഗ്ലീഷോ ഫ്രഞ്ചോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല 16-ാം നൂറ്റാണ്ട് കാര്യമായിട്ട്. ലത്തീനിൽ എഴുതിയുകൊണ്ട് ആരും അധികം വായിച്ചു കാണുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എതിരായിട്ട് ആക്ഷനൊന്നും നടന്നില്ല. 100 വർഷം കഴിഞ്ഞപ്പോഴേ ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി. ടെലസ്കോപ്പ് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെലസ്കോപ്പൊന്നുമല്ല. അതിങ്ങനെ നമ്മളിങ്ങനെ ചില ഈ വില്ലേജ് മേളകൾക്കൊക്കെ ഉണ്ടാക്കി വരുന്ന പോലെ ഇങ്ങനൊരു സാധനമാണ്. കിലുക്കി കുത്തി പിള്ളേർ പടം കാണുന്നൊരു സാധനം പോലെ ഒരു ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എക്സ്പെരിമെൻ്റലായിട്ട് പറഞ്ഞു, കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് ബഹളമായി. കോപ്പർനിക്കസ് പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പഠിപ്പിച്ച ഫിലോസഫി, തിയോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എല്ലാം അപ്പോഴത്തേക്ക് പുതിയ മോഡലൊന്ന് മാറിപ്പോകുന്നു. അപ്പോൾ അത് സ്വീകരിച്ചില്ല. വെസ്റ്റേൺ സൊസൈറ്റി സ്വീകരിക്കാതെ ഈ കത്തോലിക്ക സഭ ഗലീലിയോയെ മുടക്കാന്ന് പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തെ വീട്ടു തടങ്കലിലാക്കി. അങ്ങനെ ഒരു കഥ നിങ്ങൾ ഒരുപക്ഷെ പോപ്പുലർ സയൻസിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഗലീലിയോ ആണ് എക്സ്പെരിമെൻ്റൽ സയൻസിൻ്റെ തുടക്കമിട്ടത്. അതുവരെ ഈ അരിസ്റ്റോട്ടലിൻ്റെ കാലത്തൊക്കെ ഒന്നാന്തരം തിയറീസുണ്ട്. പക്ഷേ അതിനെ ഈസി ചെയർ തിയറി എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഈ പുസ്തകം ഞാൻ കൊണ്ടുവന്നില്ല പുസ്തകം. ഇതൊരു നല്ല പുസ്തകമാണ് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ ഈ ഗലീലിയോസ് ഫിംഗർ എന്ന് പറയുന്നത് ഈ പീറ്റർ ആറ്റ്കിൻസ് ഓക്സ്ഫോർഡിലെ കെമിസ്ട്രിയുടെ പ്രൊഫസറാണ്. പക്ഷെ വളരെ മൾട്ടി ഡിസിപ്ലിനറിയാണ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം ദി 10 ഗ്രേറ്റ് ഐഡിയാസ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണിത്. വെരി ബ്യൂട്ടിഫുൾ. കുറച്ച് ടെക്നിക്കലാണ്, പക്ഷെ നമുക്കത് കുറേയൊക്കെ മനസ്സിലാകും. അദ്ദേഹം ഗലീലിയോസ് ഫിംഗർ നിടാൻ കാര്യം, ഗലീലിയോയുടെ ഒരു വിരൽ ഇപ്പോഴും ഫ്ലോറൻസിലെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ അതിൻ്റെ പടം എവിടെയാണ്? ആ വിരലിങ്ങനെ ചൂണ്ടുന്നതായിട്ടാണ്. വിരലെന്ന് പറഞ്ഞാൽ ചൂണ്ടാണ്. അപ്പോൾ എന്തിലേക്കാണ് ഗലീലിയോ വിരൽ ചൂണ്ടുന്നത്? ഈ എക്സ്പെരിമെൻ്റൽ സയൻസും അതിൻ്റെ പ്രോഗ്രസ്സും. എംപിരിക്കൽ സയൻസ് എന്ന് പറയും. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എംപിരിക്കൽ. അപ്പോൾ എംപിരിക്കൽ സയൻസിൽ എക്സ്പെരിമെൻ്റൽ സയൻസിൻ്റെ തുടക്കമിട്ടത് ഗലീലിയോയാണ്. അതുവരെ ഈസി ചെയർ സയൻസാണ്. നമ്മൾ കസേര കിടന്നുകൊണ്ട് ഈ നമ്മുടെ ദേഹം ചെയ്യുന്നത് പോലെ മരിച്ചുപോയ നമ്മുടെ ഹോക്കിൻസ് വീൽ ചെയറിലിരുന്നു കൊണ്ട് സങ്കല്പിക്കുന്നത് പോലെ അതൊക്കെ ശരിയാകാം, തെറ്റാകാം. പക്ഷേ എക്സ്പെരിമെൻ്റ് വന്നപ്പോഴാണ് സയൻസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള അതിൻ്റെ മെത്തേഡ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഈ 100 വർഷത്തെ വ്യത്യാസത്തിലാണ് ഈ കോപ്പർനിക്കസും ഗലീലിയോയും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലാസിക്കൽ ഉദാഹരണം ഇതാണ്. ഭൂമിയാണ് കേന്ദ്രം
ജിയോസെൻട്രിക്കാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിടത്ത് സൂര്യനാണ് കേന്ദ്രം. ഹീലിയോസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഹീലിയോസെൻട്രിക് ആയിട്ടുള്ള സങ്കല്പം വന്നു. ഇതൊരു ബേസിക് പാരഡൈം ചേഞ്ചാണ്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഗണിതശാസ്ത്രം, ആസ്ട്രോണമി, സങ്കല്പങ്ങൾ ഇതെല്ലാം മാറിയിട്ട് പുതിയൊരു സംഗതിയിലേക്ക് വരികയാണ്. ഇതൊരു റെവല്യൂഷനാണ്. ഇതിനാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് തോമസ് കുൻ പറയുന്ന സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ചില ആളുകൾ പറഞ്ഞു റെവല്യൂഷൻ അല്ല, അതൊരു ഗ്രാജുവൽ ഇവല്യൂഷനാണ്. നിങ്ങൾക്കറിയാം, റെവല്യൂഷനിൽ നിന്ന് 6 മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എവല്യൂഷൻ. അപ്പം പല ആളുകൾ പലതരത്തിൽ ഒരുമിച്ച് ചിന്തിച്ച് അവസാനം വരുമ്പം ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയാണ്. അതാണ് ഒരു ബ്രേക്ക് ത്രൂ ആണ് ഒരു റാഡിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ പാരഡൈം ഷിഫ്റ്റ്, പാരഡൈം ചേഞ്ച് എന്ന് പറയും. ഏതായാലും ഈ വാക്ക് പിന്നെ അങ്ങ് ഉറച്ചു. ഈ വാക്ക് ഇപ്പോൾ സോഷ്യൽ സയൻസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്ക് എല്ലാ ഡിസിപ്ലിനിലും തിയോളജിയിലും ഒക്കെ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ഞാനതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. കുറച്ച് എക്സാമ്പിളായിട്ട് ചില ഡിസിപ്ലിൻസിൽ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ മോഡൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ എല്ലാ ചിന്തകളും ഒരു പ്രത്യേക മോഡലില്ല. ഞാനൊരു ചെറിയ അവരാരും പറയാത്തൊരു ഉദാഹരണം പെട്ടെന്ന് പറയും. ഇപ്പം നമ്മളിവിടെ ഈ ഹോളിലിരിക്കുകയാണ്, എല്ലാവരും നല്ല കംഫർട്ടബിളായിട്ട് ചെയേഴ്സിലിരിക്കുകയാണ്. ഇതിന് 4 ഭിത്തികളുണ്ട്, റൂഫുണ്ട്, ഫ്ലോറുണ്ട്. ഞാനിപ്പോൾ ഒരു ഫുട്ബോൾ നിങ്ങൾക്ക് കൊണ്ട് തരികയാണ്. നിങ്ങളുടെ കൂട്ടത്തെ ഫുട്ബോൾ ഭ്രാന്തന്മാർ കാണുമായിരിക്കും. ഫുട്ബോൾ കണ്ടിട്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തെങ്കിലും സുഖമില്ലാന്ന് തോന്നും. കാരണം ഈ ക്ലാസ്സിൻ്റെ സെറ്റിങ്, ഈ ക്ലാസ്സിൻ്റെ ഫോർമാറ്റ്, ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് എന്നെപ്പോഴും പറയുമല്ലോ, അല്ല അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്ക് പറ്റിയതല്ല. ആ ഫുട്ബോൾ കൊണ്ട് ഇവിടെ ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ ഫുട്ബോളൊന്ന് തട്ടിയാൽ അവിടെ തട്ടിയിട്ട് താഴോട്ട് വരും. അത് ഫുട്ബോൾ കളിയില്ല. അത് ഞാൻ നിങ്ങളെ താഴെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഫുട്ബോൾ എടുത്ത് തന്നിട്ട് നമുക്ക് ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒത്തിരി പേര് ഫുട്ബോൾ കളിക്കാനായിട്ട് റെഡിയായിട്ട് വരും. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി. ഇതൊരു പ്രീ കൺസീവ്ഡ് മോഡലാണ്. ഈ മോഡലിൻ്റെ അകത്ത് എല്ലാം ഫിറ്റിൻ ചെയ്യുകയില്ല. ഫുട്ബോളിൻ്റെ ആശയം ഇവിടെ ഫിറ്റിൻ ചെയ്യുകയില്ല. അതിൻ്റേതായ മോഡൽ വേണം. അല്ലേ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഇതാണ്, വേറെ നമുക്കൊരു സ്ഥലവും ഇല്ല. ഫുട്ബോൾ കളിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യാവുന്ന എന്താണ്, ഈ ഭിത്തിയൊക്കെ പൊളിച്ച് കളയാം. ഈ ഭിത്തിയും ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇതൊരു ഗ്രൗണ്ടായിട്ട് അങ്ങ് മാറ്റുക. ഇതാണ് സയൻസിൽ സംഭവിക്കുന്നത്. പഴയത് അങ്ങ് പക്ഷേ പഴയത് പൊളിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഈ കല്ലുകളും അതും ഇതൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എല്ലായിടത്തും കളയണ്ട. ന്യൂട്ടോണിയൻ ഫിസിക്സ് നിങ്ങൾ കുറച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാം, എവരി ആക്ഷൻ ഹാസ് എന്താണ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പിന്നെ ഒരു സാധനം നമ്മളിങ്ങനെ അങ്ങ് വിട്ടാലേ അതിന് വരെ യാതൊരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ദാറ്റ് വിൽ കണ്ടിന്യൂ ടു മൂവ്. ഇതാണ് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ എന്ന് നമുക്കറിയാം. പക്ഷേ ഐൻസ്റ്റൈൻ വന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനങ്ങൾ പലതും മാറിപ്പോയി. കാരണം ന്യൂട്ടൻ പറഞ്ഞത് ഒരു റേഞ്ചിനകത്താണ് ഈ സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും പറഞ്ഞത്. ടൈം എന്ന് പറയുന്ന ക്ലോക്ക് വർക്കാണ്, നമ്മുടെ ക്ലോക്കിൻ്റെ ടൈമുണ്ട്. സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം അറിയാം. പക്ഷേ ഐൻസ്റ്റൈൻ വന്നപ്പോഴത്തേക്ക് സ്പേസും ടൈമും മാറിയിട്ട് റിലേറ്റിവിറ്റി തിയറി വന്നു. ഈ സ്പേസും ടൈം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 2 വാക്കായിട്ട് ഉപയോഗിക്കുകയില്ല. ഫിസിക്സിൽ കുറച്ചുനാൾ സ്പേസ് കഴിഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ട് ടൈം പറയുമായിരുന്നു. ഇപ്പോൾ അതും വേണ്ട. ഇപ്പോൾ സ്പേസ് ടൈം എന്ന ഒറ്റ വാക്കാണ് മോഡേൺ ഫിസിക്സിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് ടൈമിനെ ഈ ഗ്രാവിറ്റി കൊണ്ട് അതിന് വളവുണ്ടാക്കാം, അതിനെ ചെരിവുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഗ്രാവിറ്റിയുടെ ഒരു പവർ അതാണ്. ആ ഗ്രാവിറ്റി ഇറ്റ് ഈസ് വാർപ്പിംഗ് സ്പേസ് ആൻഡ് ടൈം, ബെൻഡിങ് സ്പേസ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു വല നിങ്ങൾ വിരിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വല ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. വിരിച്ചിട്ടിട്ട് നിങ്ങളൊരു കരിയിലയോ വല്ലോ അതിൻ്റെ മുകളിലിട്ടിട്ടാൽ ഒന്നും വ്യത്യാസം അറിയില്ല. പക്ഷേ ഒരു ഇരുമ്പുണ്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഉടനെ ഈ വല ഇങ്ങനെ താഴേക്ക് വരും. കാരണം ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റി കൊണ്ട് ഈ വലയെന്ന് പറയുന്ന സ്പേസ് ടൈമാണ്. ആ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യാനായിട്ട് ഗ്രാവിറ്റിക്ക് സാധിക്കും എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ്റെ പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന്. സ്പീഡ് ഓഫ് ലൈറ്റും അദ്ദേഹമാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ആ ന്യൂട്ടൻ്റെ കാലത്ത് എന്താ, ന്യൂട്ടൻ്റെ കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെന്നപ്പോൾ തലയിലോട്ട് ആപ്പിൾ വീണു ഉടനെ അതാണ്
ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ അതുകൊണ്ടാണ് എന്നൊക്കെ തിയറി ഉണ്ടാക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നുപോയി. അത് പ്രൈമറി ലെവലിലാണത്. ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടു, കേരളത്തിൽ ആയിരുന്നു ന്യൂട്ടൺ ഇങ്ങനെ പ്ലാവിൻ്റെ ചുവട്ടിലായിരുന്നിരുന്നെങ്കിൽ, അതിലോട്ട് ചക്ക വീണിരുന്നെങ്കിൽ ഈ തിയറി ഒന്നും ഉണ്ടാകുകയല്ലോ എന്ന് തമാശ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മേജർ സ്റ്റെപ്പാണ് ഐൻസ്റ്റൈൻ വന്നത്. പക്ഷേ ഐൻസ്റ്റൈൻ്റെ സമയത്തിന് ശേഷം ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പം വീണ്ടും ഒരു മേജർ ട്രാൻസിഷനാണ്, മേജർ ബ്രേക്ക് ത്രൂ, പാരഡൈം ചേഞ്ചാണ്. കാരണം അദ്ദേഹം ലൈറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ അധികം തിരുത്തിയിട്ടില്ല. ഈ കോട്ടയംകാരൻ CMS കോളേജിലൊക്കെ പഠിച്ച ഒരു EC ജോർജ് സുദർശൻ എന്ന് പറയുന്ന ആൾ തിയറട്ടിക്കലായിട്ട് അത് തിരുത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച്. നൊബേൽ സമ്മാനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് പല പ്രാവശ്യം വന്നതാണ്. അദ്ദേഹത്തിൻ്റെ തിയറി, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വെള്ളക്കാരെ അത് മോഷ്ടിച്ചതാണ് വാസ്തവത്തിൽ. അവരത് വേറൊരു തരത്തിൽ അവർക്ക് നൊബേൽ സമ്മാനം കിട്ടി. അത് മരിക്കുന്നവരെ അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്ഹിയോൺ എന്ന് പറയുന്ന ഒരു തിയറട്ടിക്കൽ പാർട്ടിക്കിളാണ്. ടാക്കൂസ് എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ സ്പീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ടാക്ഹിയോൺ എന്ന് പറഞ്ഞാൽ സ്പീഡ് പാർട്ടിക്കിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഐൻസ്റ്റൈൻ്റെ പ്രകാശ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്ററാണ്. ഒരു സെക്കൻഡിൽ 3,00,000 300,000 കിലോമീറ്റേഴ്സ് ഇൻ 1 സെക്കൻഡ്, അല്ലെങ്കിൽ 1,86,000 മൈല്. താങ്ക് യു. അവർക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് സർപ്പോൻ പോകുന്നു. താങ്ക് യു. അപ്പോൾ ഇതിനെ തിരുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ EC ജോർജ് സുദർശൻ്റെ തിയറി. പക്ഷേ അത് തിയറട്ടിക്കലാണ്. അതിനെ ആരെങ്കിലും അത് പ്രൂവ് ചെയ്യണം, എക്സ്പെരിമെൻ്റലായിട്ട് പ്രൂവ് ചെയ്യണം. അങ്ങനെ വരുമ്പം ഐൻസ്റ്റൈൻ്റെ തിയറി പോകും. ഏതായാലും ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോഴേ ഐൻസ്റ്റൈൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ ക്വാണ്ടം ഫിസിക്സിലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന സംഗതി. ക്വാണ്ടം ഞാൻ എഴുതുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വാക്കറിയാം, എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. അതിന് നമുക്ക് സാധാരണ ടെക്നിക്കലായിട്ടൊന്നും പോകണ്ട, അല്ലാതെ തന്നെ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഒരു പെയർ ഓഫ് പാർട്ടിക്കിൾസ്, അതിൽ ഒരെണ്ണത്തെ, ആ പെയറിൽ, ആ ജോഡിയിൽ ഒരെണ്ണത്തെ വളരെ വളരെ ദൂരേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാനറ്റിൽ നിങ്ങൾ കൊണ്ടുപോകുമോ? നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം ദൂരത്തിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ബാക്കി ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയോ അതിനെ മെഷർ ചെയ്യാൻ ശ്രമിക്കുകയോ അതിനെ നമ്മൾ തൊടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടല്ല, അതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഹാൻഡിൽ ചെയ്താൽ ഇമ്മീഡിയറ്റായിട്ട് മറ്റതറിയും. ഉദാഹരണം, അതിന് സ്പിൻ ഇടത്തോട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റതിൻ്റെ സ്പിൻ ഉടനെ ക്ലോക്ക് വൈസ് ആകും. കാരണം അങ്ങനെയാണ് ആ ജോഡി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് ഐൻസ്റ്റൈന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം സ്പീഡ് ഓഫ് ലൈറ്റ് ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ ആണെങ്കിൽ ഇതിനപ്പുറത്തുള്ള ദൂരത്ത് കിടക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഭാഗം എവിടെ നടന്ന കാര്യം അവിടെ അറിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. അതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഫിസിക്സിന് നൊബേൽ സമ്മാനം കിട്ടിയ, കഴിഞ്ഞ മുമ്പത്തെ വർഷം കിട്ടിയ ഒരു ടീമുണ്ട്. അവരുടെ ചിന്തയിലും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഐൻസ്റ്റൈൻ പറഞ്ഞു, ഇത് ഒരു സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്പൂക്കി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ബാധയാണ്, ഒരു പിശാച് ബാധ പോലൊരു സാധനമാണ് സ്പൂക്കി എന്ന് പറയുന്നത്. അപ്പോൾ സ്പൂക്കി ആക്ഷൻ എന്ന് പറഞ്ഞാൽ റാഷണലായിട്ട് അതിന് വിശദീകരണമൊന്നുമില്ല. ഇത്രയും ദൂരത്ത്, പ്രകാശവേഗതയ്ക്ക് അപ്പുറത്തുള്ള ദൂരത്തേക്ക് അതേ സമയത്ത് തന്നെ അവിടെയും ഇവിടെയും തമ്മിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. ഇതിപ്പം നിങ്ങൾക്കറിയാവുന്ന, ഞാൻ പലപ്പോഴും ഫോൺ ചെയ്യാനായിട്ട് ആരെങ്കിലും ശക്തിയായിട്ട് എനിക്ക് ഫോൺ ചെയ്യാൻ ആഗ്രഹിക്കുമ്പം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഫോൺ ചെയ്യാനായിട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു ഫോൺ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് ആളിങ്ങോട്ട് വിളിക്കും. ഇന്ന് രാവിലെ സംഭവിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഈ ഹരിസാറിനെ വിളിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് സാർ ഇങ്ങോട്ട് വിളിച്ചു. അത് എങ്ങനെ അറിയുന്നത്? അതിന് സയൻസിൻ്റെ ഭാഗമായിട്ട് ആരും അത് നേരത്തെ എടുക്കുകയില്ല. അതിന് മറ്റു പേരുകളൊക്കെയാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനൊന്നും
ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സയൻസിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. കാരണം ഫിസിക്സിൻ്റെ അകത്ത് ഇതിപ്പം വളരെ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന വലിയ സംഗതി, അത് പരിഹരിക്കേണ്ട ഒരു ഇഷ്യൂവാണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ന്യൂട്ടൻ്റെ സമയത്തിന് ശേഷം ഐൻസ്റ്റൈൻ വന്നു, ഐൻസ്റ്റൈന് ശേഷം ക്വാണ്ടം മെക്കാനിക്സ് വന്നു. ഇതൊരു എടുത്തുചാട്ടമാണ്, ഒരു എന്താണ് ശക്തിയായ ഒരു ലീപ്പാണ്. ഇതൊരു ഡയറക്റ്റായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള സ്റ്റഡിയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതിയല്ല. നമ്മുടെ പുരോഗതി എന്ന് പറയുമ്പം സ്റ്റഡിയാണ്, പക്ഷേ ഇതങ്ങനെയല്ല എന്നുള്ളതാണ് ഒരു സംഗതി. അതുകൊണ്ടാണ് ഈ റെവല്യൂഷൻ എന്നതിനെ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ സയൻസിൻ്റെ മെത്തഡോളജി നിങ്ങൾക്കറിയാം, ഏകദേശം സ്കൂളിലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിവിറ്റി വളരെ പ്രധാനമാണ്. അതായത് ഞാൻ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഗതിയും തമ്മിലൊരു അകലം ഉണ്ടായിരിക്കണം. അകലം, ആ ഡിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പം ഞാൻ പറയുന്നു ഇതെന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു ഇതൊരു വാച്ചാണ് എന്ന് പറയുന്നു. പക്ഷേ ഞാനത് കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഒരകലമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കണ്ണിൻ്റെ നേരെ തൊട്ട് ഇത് മുട്ടിച്ചുകൊണ്ട് നോക്കി എനിക്ക് കാണാൻ പറ്റുകയില്ല, അത് ആർക്കും സാധിക്കുകയില്ല, അല്ലേ? ഈ ഒബ്ജക്റ്റ് കാണാനായിട്ട് ഒബ്ജക്റ്റ് കാണണമെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഇത് സയൻറ്റിഫിക് മെത്തഡോളജി വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ മെത്തേഡ്. അതായത് ദി എക്സ്പെരിമെൻറ്റർ ആൻഡ് ദി എക്സ്പെരിമെൻറ്റഡ് തിങ്, എക്സ്പെരിമെൻറ്റ് നീഡ്സ് എ ഡിസ്റ്റൻസ്. പക്ഷേ ഇപ്പോഴത്തെ സംഗതി വന്നപ്പോഴത്തേക്ക്, ക്വാണ്ടം ഫിസിക്സ് വന്നപ്പോഴേ ഇതത്ര ക്ലിയർ അല്ല. കാരണം നമ്മളൊരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നത് മൂലം അതിൻ്റെ സ്വഭാവം മാറുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം ഞാൻ പറയാം, സായിപ്പിൻ്റെ പുസ്തകങ്ങളിൽ കാണുകയില്ല. തൊട്ടാവാടി, നിങ്ങൾ തൊട്ടാവാടി എടുത്തിട്ട് നിങ്ങളൊരു ഒരു ബയോളജിസ്റ്റ്, ബോട്ടണി പഠിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, ബോട്ടണി കെമിസ്ട്രിയും പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി പഠിക്കുന്ന ആളാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ തൊട്ടാവാടി നേരെ ഇരിക്കുമ്പോഴും അത് മടങ്ങുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ലാബിൽ കൊണ്ടുപോകണം. ലാബിൽ കൊണ്ടുപോകണമെങ്കിൽ അത് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ലാബിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ അടുത്ത് ചെന്ന് തൊടുമ്പോൾ തന്നെ അത് മടങ്ങും. ആ മടങ്ങി കഴിയുമ്പോൾ കെമിസ്ട്രി മാറും. നിങ്ങൾക്കറിയാം, അത് നൂർന്നിരിക്കുമ്പോഴേ അതിൻ്റെ കെമിസ്ട്രി ഉണ്ട്, മടങ്ങുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി മാറും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ കെമിസ്ട്രി, അതിൻ്റെ ശരിയായ കെമിസ്ട്രി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിക്കുമായിരിക്കുമെങ്കിലും ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇതുപോലെയാണ്. സർട്ടൻ റിയാലിറ്റീസ് വെൻ യു ഒബ്സർവ് ദം ദേ റാഡിക്കലി ചേഞ്ച് ദെയർ നേച്ചർ. അപ്പം നമുക്കതിനെ അളക്കാനായിട്ട് അളന്ന് മറ്റേ സയൻസിൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വാച്ചാണ്, ഇതിന് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇതിന് ഇന്ന ലോഹം കൊണ്ടുണ്ടാക്കിയതാണ്, ഇതിൻ്റെ മെക്കാനിസം ഇതാണ്, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ യു കനോട്ട് ഡിസ്ക്രൈബ് എ റിയാലിറ്റി വെൻ യു ഡോണ്ട് ഹാവ് ദാറ്റ് ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിവിറ്റി, നമ്മുടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രഡീഷണൽ സബ്ജക്റ്റിവിറ്റി ഒട്ടും അനുവദിക്കുകയില്ല. ഞാനിപ്പം ആരാണെങ്കിലും, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും അമേരിക്കക്കാരനാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന സയൻസും അതിൻ്റെ റിസൾട്ടും ഒന്നായിരിക്കണം, എങ്കിലേ അത് സത്യമാവുള്ളൂ. അത് എവിടെ ഏത് സമയത്തും കാലദേശഭേദമന്യേ ഞാൻ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഒന്നാണെങ്കിൽ മാത്രമേ അത് സയൻറ്റിഫിക് റിസൾട്ടായിട്ട് കണക്കാക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു മുറി, ഇപ്പം നിങ്ങളിവിടെ AC ഇട്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഏകദേശം വലിയ ചൂടില്ലാതിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒരാൾ കയറി വരുന്നിരിക്കേണ്ട, കയറി വന്നാൽ നമ്മളതറിയില്ല. അയാളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നമ്മുടെ ഇതിൽ കൂടുതലാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ അയാളുടെ ശരീരത്തിൽ നിന്ന് കുറേ ഡിഗ്രി ചൂട് ഇങ്ങോട്ട് വരും. ഇതിന് ഈ അന്തരീക്ഷത്തെ മാറ്റുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വെരി സട്ടിൽ ചേഞ്ച്, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ മാറ്റം ഉണ്ടാകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ട്രഡീഷണൽ സയൻറ്റിഫിക് മെത്തഡോളജിയിൽ പറയുന്ന ഈ ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത നമ്മൾ മലയാളത്തിൽ പറയും, ഒബ്ജക്റ്റിവിറ്റി ഈസ് നോട്ട് റിയലി വാലിഡ് ഇൻ ക്വാണ്ടം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമുക്ക് ഇപ്പോൾ പോകണ്ട, നമുക്കെല്ലാവർക്കും അത് മനസ്സിലാവുകയില്ല അതിൻ്റെ ടെക്നിക്കൽ സൈഡ്. പക്ഷേ അതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ചില ഉദാഹരണങ്ങളൂടെ പറയാം. കാരണം എനിക്കറിയാം ഒത്തിരി വിശദമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഇപ്പോഴേ. 2-3 ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം ആദ്യത്തേത്
ഞാൻ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അതായത് ജിയോസെൻട്രിക് അണ്ടർസ്റ്റാൻഡിങ് ഓർ മോഡൽ ഓഫ് ദ യൂണിവേഴ്സ് ഹാസ് ബിക്കം എ ഹീലിയോസെൻട്രിക്. പക്ഷേ അവിടെ തീർന്നിട്ടില്ല. ഇപ്പം പുതുതായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന സംഗതിയാണ്. പുതുതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി, കുറേ നാളുകളായി ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ച് അവെയറായ തമോ ഗർത്തം, ബ്ലാക്ക് ഹോൾ. നമുക്കറിയാം, എല്ലാ ഗാലക്സിയുടെയും സെൻറ്ററിൽ മിനിമം ഒരു ബ്ലാക്ക് ഹോളെങ്കിലും ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം. അതായത് ഇറ്റ് അബ്സോർബ്സ് ഓൾ ലൈറ്റ്, എല്ലാ പ്രകാശത്തെയും അത് വലിച്ചെടുക്കും. അതായത് ഒരു ഓബ്ജക്റ്റും അതിൻ്റെ അകത്ത് പോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. സകല പ്രകാശത്തെയും വലിച്ചെടുക്കുമ്പം അതിനുണ്ടാകുന്ന ഒരു അവസ്ഥ, അത് ഗ്രീക്ക് ഫിസിക്സിൽ അതിന് പല വാക്കുകളൊക്കെ ഉപയോഗിക്കും, നമ്മളതിലേക്ക് പോകണ്ട. അപ്പം ഈ തമോഗർത്തം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രദേശം മുഴുവൻ അത് കാണാം. അപ്പോൾ ഗാലക്സിക്കകത്ത് തമോഗർത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗാലക്സി മുഴുവൻ ചിലപ്പോൾ അതിൻ്റെ അകത്തേക്ക് എല്ലാ സൂര്യന്മാരും അതിൻ്റെ അകത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ, അതായത് കയോട്ടിക് സ്റ്റേജ്, യാതൊരു നിയമവുമില്ലാതെ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ വീണു പോകുന്ന ഒരവസ്ഥ. അതിനുള്ള സാധ്യത ഇപ്പോഴും എല്ലാ ഗാലക്സികളിലും ഉണ്ടെന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതിപ്പം ആദ്യം ശൂന്യതയായിരുന്നു, ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്നൊക്കെ വേദങ്ങളൊക്കെ പറയും. ശൂന്യത ഏതോ ഒരു എനർജിയാണത് അവിടെ വസ്തുക്കളെ ഉണ്ടാക്കുന്നത്. പക്ഷേ ആദ്യത്തെ ആ ശൂന്യതയിലേക്ക് മടങ്ങാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചത്തിനുണ്ട്. അതിൻ്റെ ബ്ലാക്ക് ഹോൾ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പം അവിടെ ഒരു പാരഡൈം ചേഞ്ചാണ്. അതായത് നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നു, പ്രകാശം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മളെയും പ്രകാശത്തെയും മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ പോയാൽ എന്താണ് അവിടെ എന്നുള്ളത് പിന്നെ ബോധമില്ല, കോൺഷ്യസ്നെസ് ആർക്കും ഇല്ല, ഒന്നും കോൺഷ്യസില്ല. ഇങ്ങനെ ഒരു പാരഡൈം ചേഞ്ചിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഒരു തിയററ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോഴേ ഇപ്പോൾ ബയോളജി എടുക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ പാരഡൈം ചേഞ്ചസ് കാണാം. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ എടുക്കുക. ഹ്യൂമൻ എവല്യൂഷൻ ഇപ്പം ഡാർവിനിയൻ തിയറിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 കാലിൽ നടന്ന ജീവി ഒരു സമയത്ത് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹോമോ ഇറക്റ്റസ്, സ്ട്രെയിറ്റ് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം ഹോമോ സാപ്പിയൻസ് ആയിട്ടില്ല കേട്ടോ. ആ നിലയിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ 2 കൈകളും നമുക്ക് ഉപയോഗിക്കാം. ആ 2 കൈകളാണ് ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ 2 കൈകളാണ് അല്ലേ? ഈ കൈകളെ ഇപ്പം ഞാൻ ഈ വാച്ച് എനിക്ക് അഴിച്ചു കളയണമെങ്കിൽ എൻ്റെ കൈ ഉപയോഗിക്കാം. അത് കൂട്ടിച്ചേർക്കണമെങ്കിലും എൻ്റെ ടെക്നോളജിയാണ് അത് അല്ലേ? കൊച്ചു സംഗതി. നിങ്ങളൊരു കമ്പെടുത്തിട്ട് തോട്ടി ഉണ്ടാക്കുക അല്ലേ? തോട്ടി ഉണ്ടാക്കുക വളരെ സിമ്പിൾ ടെക്നോളജിയാണ് അത്. ഒരു കമ്പ് വെച്ചിട്ട് വള്ളി ചുറ്റി നിങ്ങൾ തോട്ടി ഉണ്ടാക്കി നിങ്ങൾ മാങ്ങ പറിക്കുന്നു. അത് ബേസിക് ടെക്നോളജിയാണ്. അതിനുപയോഗിക്കുന്നത് നിങ്ങളുടെ കൈയാണ് അല്ലേ? ആ കൈയാണ്. അപ്പം മനുസ് എന്ന ഈ കൈക്ക് ലത്തീൻ ഭാഷയിൽ മനുസ് എന്ന ഹാൻഡ് വാക്ക്. അപ്പോൾ അതിൽ നിന്നാണ് ഈ മാനിപ്പുലേറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നത്. മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുക എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ടെക്നോളജി ഈസ് ബേസിക്കലി മാനിപ്പുലേഷൻ ഓഫ് റിയാലിറ്റി. അത് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴേ ഈ ഒന്നാമത്തെ ഒരു സ്റ്റേജാണ് ഹോമോ ഇറക്റ്റസ്, നേരെ നിൽക്കുക. പിന്നെ വന്നിട്ടാണ് ഈ വൈസ് ഹ്യൂമൻ ബീയിങ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ, സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്നാണ്. ഹോമോ സാപ്പിയൻസ് വൈസ് ഹ്യൂമനാണ്. വൈസ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ സംഗതികൾ തിരിച്ചറിയാൻ പറ്റും. നന്മ എന്താണ്, തിന്മ എന്താണ്, മധുരം എന്താണ്, പുളി എന്താണ്, ഇങ്ങനെയുള്ള നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വൽ വിസ്ഡമുണ്ട് എല്ലാ ജീവികൾക്കുമുള്ള. അതിനപ്പുറത്തേക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കണം. ആ കണക്ക് കൂട്ടിയപ്പോൾ ഒരു കുരങ്ങിന് ഈ കമ്പിൽ നിന്ന് മറ്റേ കമ്പിലേക്ക് ചാടാനായിട്ട് ഒരു കണക്കുണ്ട്. അത് അയാൾക്കറിയാതെ എന്തുമാത്രം ദൂരമുണ്ട്, എനിക്ക് എന്തുമാത്രം ശക്തിയുണ്ട്, എന്തുമാത്രം ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്, ഇതെല്ലാം ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് കുരങ്ങ് മനസ്സിലായിക്കൊണ്ടാണ്. അത് സഹജമാണ്. പക്ഷെ നമുക്ക്
സഹജം മാത്രമല്ല, നമുക്കത് അതിനളന്ന് നോക്കാം. എന്തുമാത്രം ദൂരം അവിടെ ഉണ്ട്. ഒരു പാലം പണിയുകയാണ്. ഈ പാലം പണിയാനായിട്ട് ഈ നദിക്ക് എന്തുമാത്രം വീതിയുണ്ട്, ഈ പാലത്തിൻ്റെ മുകളിലൂടെ എന്തെല്ലാം സംഗതി വസ്തുക്കൾ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് മുകളിൽ കൂടെ പോകണം, അതിന് മാത്രം താങ്ങാൻ ശക്തിയുണ്ടോ, ഈ വെള്ളത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്, ഈ വെള്ളം ഈ പാലത്തിൻ്റെ തൂണ് ഒഴുക്കിക്കളയുമോ, ഇതൊക്കെ ഒത്തിരിയേറെ കാൽക്കുലേഷൻസ് നമ്മൾ നടത്തണം. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് ഇൻസ്റ്റിങ്റ്റീവായിട്ടുള്ള നോളജുണ്ട്, അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ളത്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. മനുഷ്യന് ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റീവായിട്ട് പാലം പണിയും. നമുക്ക് പാലം പണിയാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പാലം പണി 10 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പാലം തകർന്നു പോകുന്നത് അത് വേറെ സംഗതി. പക്ഷേ ബേസിക്കായിട്ട് ഇത് നമ്മുടെ മുല്ലപ്പുഴയല്ലോ, മുല്ലപ്പെരിയാർ തകരുമോ എന്നുള്ളത് ഇപ്പോൾ വലിയ ഡിസ്കഷനാണല്ലോ. ഞാനത് എനിക്കൊരു താല്പര്യം കൊണ്ട് ഇങ്ങനെ നോക്കാറുണ്ട്. രണ്ടു വശം എഞ്ചിനീയേഴ്സും അതിനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം അത് ഗ്രാവിറ്റി ഡാമാണ്, അതങ്ങനെ ഇനി തകർന്നാലും അത് ഈജിപ്തിലെ പിരമിഡ് തകരുന്ന പോലെ അവിടെ തന്നെ അതിങ്ങനെ കൂടുകയല്ലാതെ അതിങ്ങനെ പെട്ടെന്ന് ഒഴുകിപ്പോകില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കുണ്ട്. ഗ്രാവിറ്റി ഡാമിൻ്റെ പവർ അവിടെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം. അതിൻ്റെ ബേസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ആശ്രയിച്ചാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് തകരുകയില്ലെന്നാണ് ഒത്തിരി പേര് പറയുന്നത്. തകരുമെന്ന് വേറെ ചെല്ലും പറയും, നമുക്കതിലേക്ക് കിടക്കണ്ട. ഏതായാലും ഈ നമ്മുടെ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ഈ മാറ്റങ്ങൾ നമ്മളതിനെ പാരഡൈം ചേഞ്ച് എന്ന് എല്ലാത്തിനും വിളിക്കാൻ പറ്റുകയില്ലെങ്കിലും റാഡിക്കൽ ചേഞ്ച് എന്നോ ബ്രേക്ക് ത്രൂ എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ബയോളജിയിൽ ഈ 4 കാലിൽ നടക്കുന്ന ജീവി വളരെ ക്രിയേറ്റീവായിട്ട്, ക്രിയേറ്റിവിറ്റിയാണ്. ഒരു പാലം പണിയാവുന്നത് ക്രിയേറ്റീവാണ്, വീട് പണിയുന്നത് ക്രിയേറ്റീവാണ്. നമുക്കറിയാം, കാക്ക 5000 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കാക്ക വെക്കുന്ന കൂടും ഇപ്പം നമ്മൾ വെക്കുന്ന വീടും തമ്മിൽ, നമ്മുടെ വീട് 5000 വർഷം മുമ്പത്തെ വീടല്ല ഇപ്പം നമ്മൾ വെക്കുന്നത്. ഇതാണ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. അപ്പം ഈ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ട് ഈ പാരഡൈം ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടാനുള്ള സംഗതിയല്ല, നേരെ മറിച്ച് യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് ചേഞ്ച് ഓഫ് പാരഡൈം, ചേഞ്ച് ഓഫ് മോഡൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പം ബയോളജി പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ജനറ്റിക്സ് ആണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി. ബയോടെക്നോളജിയിൽ നിങ്ങൾക്കറിയാം ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ജിനോം സീക്വൻസിങ് നടന്നു കഴിഞ്ഞു. അതായത് നമ്മൾ DNA സെല്ലിലുള്ള ഡി എൻ എ ആണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. നമ്മുടെ എന്തായിത്തീരണം, എങ്ങനെയാണെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും DNA-യിലുണ്ട്. അപ്പോൾ DNA സീക്വൻസിങ് നടത്തി കഴിയുമ്പോഴേ നമുക്ക് ഭാവിയിൽ കുട്ടി ജനിക്കുമ്പോഴേ കുട്ടിക്ക് ക്യാൻസർ വരുമോ, ആ കുട്ടിക്ക് പിന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമോ, ആ കുട്ടിക്ക് വേറെ എന്താ, ഇങ്ങനെയൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്താനും സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് പൂർണ്ണമായിട്ടും പ്രാക്ടിക്കലായിട്ടില്ലെങ്കിലും മിക്കവാറും സാധിച്ചേക്കും ഒരളവ് വരെ. അപ്പം ജനോം സീക്വൻസിങ്ങും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതും പാരഡൈം ചേഞ്ചാണ്. ഞാൻ ഇന്നൊരു ഡോക്ടർ ഈപ്പൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. ബയോടെക്നോളജിസ്റ്റാണ്. അവരെ കണ്ടില്ല. പുള്ളിക്കാരത്തി വന്നിരുന്നേ ഞാൻ വിചാരിച്ചു അവരെ കൊണ്ടായിരുന്നു 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനത് വിടുക. ഈ DNA-യുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് തന്നെ ഒരു വലിയ നേട്ടമാണ്. നമ്മുടെ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് അത് നടക്കുന്നത്. അപ്പം ഈ ഡബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഏണി പോലെ, ഒരു ഗോവേണി പോലെ ഇരിക്കുന്ന ചുറ്റി പോകുന്ന ഡബിൾ ഹീലിക്സ് എന്ന് പറയുന്നത് DNA-യുടെ സ്ട്രക്ചറാണ്. അത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ബയോളജിയിൽ. അത് നിൽക്കട്ടെ. വേറൊരു സൈഡിലേക്ക് പോയാൽ ഇപ്പോൾ കോസ്മോളജി എടുക്കുക. കോസ്മോളജി എടുത്താൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്നതിൻ്റെ പൂർണ്ണമായ പേര്. അത് കണ്ടുപിടിക്കുന്ന സംഗതികൾ, പുതിയ ഗാലക്സികൾ, ഒരിക്കലും മനുഷ്യന് കാണാൻ സാധിക്കാത്ത, അറിയാത്ത കാര്യങ്ങളാണ് അത് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് പോയാൽ എവിടം വരെ പോകുമെന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് വ്യക്തതയൊന്നുമില്ല. ഇവർ പറയുന്ന യൂണിവേഴ്സിൻ്റെ തുടക്കം ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് തിയറി അനുസരിച്ച് 13.7 ബില്യൺ എന്നോ 13.8 ബില്യൺ എന്നോ ആണ് പറയുന്നത്.
അത്രയും വർഷങ്ങൾക്ക് മുൻപാണ് പ്രപഞ്ചം ആരംഭിച്ചത് എന്ന് പറയും. അതിന് ഒരു ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. അതിന് സിംഗുലാരിറ്റി പോയിൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്നാണ് ഈ പറയുന്നതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണെങ്കിലും അതിനുള്ള തെളിവായിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് മൈക്രോവേവ് റേഡിയേഷൻ CBMR എന്ന് പറയുന്ന ഒരു സംഗതി, അത് അവർ പറയുന്നത് നമ്മുടെ ഈ ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കത് നേരിട്ടറിയാൻ പാടില്ലെങ്കിലും ഒരു വെയ്വിങ്ങിന് ഒരു തരംഗമുണ്ട്. ആ തരംഗം ഈ പ്രപഞ്ചമുണ്ടായ സമയം മുതലുള്ള എനർജിയുടെ ഒരു തരംഗമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുൻപാണ് 13.7 or 8 billion years ago എന്ന് നമ്മൾ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാവോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം ഇതൊരു പാരഡൈം ചേഞ്ചാണ്. കാരണം ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇങ്ങനെ പുതിയ പുതിയ ഗാലക്സികൾ കണ്ടെത്തുകയും ഇനി ഒരു സമയത്ത് അവർ കണ്ടെത്തുന്ന ഗാലക്സി ഫോം ചെയ്തത് 13.8 ബില്യൺ ഇയേഴ്സിനും മുമ്പാണ് എന്ന് കാണുകയാണെങ്കിൽ ഇതുവരെയുള്ള തിയറി എല്ലാം കൊലാപ്സ് ചെയ്യും, പോയി. കാരണം പ്രപഞ്ചം ഈ ഒന്നുവിൻ്റെയിൽ നിന്ന് തുടങ്ങുന്നത് സീറോയിൽ തുടങ്ങുന്നത് ഈ ഒരു കാലത്തിലാണെന്ന് അവർ പറയുമ്പം ഇത് കണ്ടുപിടിച്ചാൽ എല്ലാം തകർന്നത്. അതായത് ന്യൂട്ടണിൽ നിന്ന് ഐൻസ്റ്റീനിൽ നിന്നും ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു മാറ്റമായിരിക്കും അവിടെ വരുന്നത്. അതൊന്നും നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുകയില്ലെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുക. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ ഇപ്പം മെഡിസിനിൽ, മോഡേൺ മെഡിസിനിൽ ഇപ്പം നമ്മൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ചെന്നാൽ ഡോക്ടർമാർ നമ്മുടെ ശരീരം പരിശോധിക്കും, അല്ലേ? വയറ്റ് വേദനയാന്ന് പറഞ്ഞാൽ അവിടെ ഞെക്കി ഇവിടെ ഞെക്കി എല്ലാം അവരെ നോക്കും, അല്ലേ? പിന്നെ സ്റ്റെതസ്കോപ്പ് വെച്ച് നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ പൾസ് എല്ലാം നോക്കും, കൈ പിടിച്ച് പൾസ് നോക്കും. ഇപ്പോൾ അതൊന്നും വേണ്ട. ക്ലിനിക്കൽ എക്സാമിനേഷൻ ഡോക്ടർമാർക്ക് ആവശ്യമില്ല പുതിയ മെഡിസിനിൽ. കാരണം ചെന്നാൽ ഡോക്ടർ പറയും നിങ്ങൾ എക്സ്റേ എടുക്കണം, നിങ്ങൾ MRI എടുക്കണം, നിങ്ങൾ അൾട്രാ സൗണ്ട് എടുക്കണം, ഇങ്ങനെ കുറേ ടെസ്റ്റ് നിങ്ങൾക്ക് തരും. അത് ഫാക്ച്വലായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആ റിസൾട്ട് കൊണ്ട് ചെല്ലുമ്പോൾ അയാളുടെ രോഗനിർണയം നടത്തും, നിങ്ങൾക്ക് മരുന്ന് തരും. ചുരുക്കം പറഞ്ഞാൽ ദൂരെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരു ഡോക്ടർക്ക് എന്നെ ചികിത്സിക്കാം. അത് വളരെ ക്ലിയറായിപ്പോൾ അത്. സർജറി അതുപോലെയാണ്. സർജറി ഇനിയിപ്പോൾ മനുഷ്യൻ്റെ ആവശ്യമില്ല. വളരെ ഡെലിക്കേറ്റായിട്ടുള്ള സർജറി ഡോക്ടർമാർക്ക് അറിയാം. എനിക്കറിയാം, സർജനെ അറിയാം, വലിയ പ്രശസ്തനായിരുന്നു അദ്ദേഹം പ്രായമായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിനി സർജൻ, കാരണം എൻ്റെ കൈ ശരിയായിട്ട് വിറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കൈ വിറച്ച് തുടങ്ങിയാൽ സർജന് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പം റോബോട്ടാണ് സർജൻ നടത്തുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കാത്ത വിധം ഡെലിക്കേറ്റായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള സർജറി ബ്രെയിനിൻ്റെ അകത്തും ശരീരത്തിലും നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാരഡൈം ചേഞ്ചാണ് മെഡിസിനെ സംബന്ധിച്ച്. അതുപോലെ നോൺ ഇൻവേസീവ് സർജറി. നമ്മൾ സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, കാരണം ശരീരം മുറിക്കും. ഏറ്റവും പുതിയ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ശരീരം മുറിക്കരുത്, ശരീരത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. അതുകൊണ്ട് നോൺ ഇൻവേസീവ്. അപ്പം നമുക്ക് ഈ കീഹോൾ എന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വലിയ മുറിവൊന്നും ഉണ്ടാക്കുകയില്ല. ഇനിയിപ്പോൾ അതുപോലും വേണ്ട. ഗാമ റേസൊക്കെ ഉപയോഗിച്ച് ബ്രെയിൻ തുറക്കാതെ തന്നെ ബ്രെയിനിൻ്റെ അകത്ത് സർജറി നടത്താം, നോൺ ഇൻവേസീവ് സർജറി. അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ ബ്രേക്ക് ത്രൂ ആണ് മെഡിസിനിൽ വന്നിരിക്കുന്നത്. ഇത് പല രംഗത്തും നമുക്കിത് കാണാം. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഒരു മീറ്റിംഗ് പറഞ്ഞു, പിള്ളേരാരും ലൈബ്രറി പോകാത്തതിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല, കാരണം ടെക്നോളജി അതുപോലെ ഡെവലപ്പ് ചെയ്ത് ബുക്കിൻ്റെ ആവശ്യമില്ല, അവർക്ക് എല്ലാം ഓൺലൈനായിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, അതെങ്കിലും അവർ നോക്കിയാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഒത്തിരി ആൾക്ക് ഈ ബുക്ക് പബ്ലിഷിങ് കുഴപ്പത്തിലാകുമെന്ന് ഒത്തിരി പബ്ലിഷേഴ്സിന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ പേടി കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ബുക്ക് പബ്ലിഷിങ് നടത്തുകയും അവർ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പറയുന്നത് ഈ ടെക്നോളജി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജി ആദ്യം വരികയും ഈ പ്രിൻറ്റിങ് രണ്ടാമത് വരികയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രിൻറ്റിങ് ആയിരുന്നതിനെ കുറേ കൂടെ മോഡേൺ എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊരു 500 പേജുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ ഓൺലൈൻ കോപ്പി എടുത്താൽ അതിൻ്റെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. എന്നാലും
ഇതുപോലൊരു സംഗതി നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റോ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇതങ്ങനെയല്ല. ഈ പുസ്തകം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിക്കാൻ 100ാമത്തെ പേജ് ചെല്ലുമ്പോൾ 2ാമത്തെ പേജിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇത്രയും സൗകര്യം മറ്റേതിനില്ല. അതുകൊണ്ട് ദിസ് ഈസ് മോർ മോഡേൺ, മോർ കൺവീനിയൻ്റ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് ഏതായാലും ബുക്ക് പബ്ലിഷിങ്ങിലും റീഡിങ്ങിലും ഉള്ള ഒരു പാരഡൈം ചേഞ്ച്. പിന്നെ ലെറ്റേഴ്സിന് ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എത്ര പേര് സാധാരണ കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കുമ്പം ലെറ്റേഴ്സ് ഇമോജീസ് അയക്കുന്ന ഒത്തിരി പേരും അല്ലേ? ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നാൽ ഉടനെ എനിക്ക് സന്തോഷമാണെങ്കിൽ ഞാനൊരു ഇമോജി അവിടെ ഇരുന്ന് എഴുതേണ്ട കാര്യമില്ല, ഒരു ഇമോജി അയച്ചു. അപ്പം പിക്ചേഴ്സിലേക്ക് പോകാം നമ്മൾ വീണ്ടും. ആദ്യകാലത്തെ പ്രിമിറ്റീവായിട്ടുള്ള ആളുകൾ ചെയ്തതുപോലെ വി ഗോ ബാക്ക് ടു ഇമേജസ്. അതും ഒരു ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ജനനം തന്നെ ഒരു പാരഡൈം ചേഞ്ചാണ്. കാരണം നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അധികം ഇല്ല. നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഗ്രാവിറ്റേഷൻ അനുഭവപ്പെടുകയില്ല. എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആംനിയോട്ടിക് ഫ്ലൂയിഡാണ്. അത് കഴിഞ്ഞ് ഭൂമിയിൽ വന്നു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഈ ഗ്രാവിറ്റി നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്. ആ കൊച്ചിനിങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ ഭൂമിയിൽ അത് കിടക്കും. ഇതും വേറൊരു പാരഡൈം ചേഞ്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ എക്കണോമിക്സിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ ക്യാപിറ്റലിസം എന്നും സോഷ്യലിസം എന്നും ഗാന്ധിയനിസം എന്നും ഷൂമാക്കറിൻ്റെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന എല്ലാം പുതിയ നമ്മുടെ അമർത്യ സെൻ വരെ പുതിയ തിയറീസ് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ന്യൂ മോഡൽസ് ഇൻ എക്കണോമിക് തിങ്കിങ്. അതെല്ലാം പാരഡൈം ചേഞ്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങളുടെ വേഷം എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാമോ? നിങ്ങളുടെ വേഷത്തിൽ ഫാഷനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ നമ്മുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വേഷത്തിൽ സംഭവിച്ച ഒരു പാരഡൈം ചേഞ്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളതിന് പുതിയ പാരഡൈമിൽ ജനിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരികയില്ല. ഞാൻ അതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുമോ? എന്താ ഒരു ഫാഷനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും എന്തൊരു ഓർമ്മയുണ്ടോ? സംഗതി ഇതാണ്. 1950s ഒക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒന്നും സ്ത്രീകൾ പാൻസ് ധരിക്കുകയില്ലായിരുന്നു. അതൊരു സ്കേർട്ടാണ്. അതായത് പ്രത്യേകിച്ചും വിക്ടോറിയൻ പീരീഡിൽ ഈ കാലിൻ്റെ പാദം വരെ മൂടുന്ന സ്കേർട്ടാണ് അവർ ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1960s ഒക്കെ ആകുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പാൻസ് ധരിക്കുന്നത്. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ല് തന്നെയുണ്ട്, ഹൂ ഈസ് വെയറിങ് ദ പാൻസ് എന്ന് ആണുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹൂ ഈസ് വെയർ എന്ന് വെച്ചാൽ ഹൂ ഈസ് ദ പേഴ്സൺ ഇൻ അതോറിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൂ ഈസ് വെയറിങ് ദ പാൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് പാൻസ് ധരിക്കുന്നത്? പുരുഷനാണ്. അതുകൊണ്ട് പുരുഷനാണ് അധികാരി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പാരഡൈം ചേഞ്ചാണ്, ഈ സ്ത്രീകളുടെ വേഷത്തിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച്. കാരണം പെട്ടെന്ന് അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറുകയാണ്. നിങ്ങൾ പഴയ വേഷത്തിലാണ് നിങ്ങൾക്കൊരു ബൈക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ ആളുകൾ അല്ലേ? നിങ്ങളിപ്പോൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഴയ വേഷത്തിലാണെങ്കിൽ അതിനൊത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ലോകത്തിൽ അങ്ങനെ പോകുന്ന സംസ്കാരങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. പഴയ രീതിയിൽ മാത്രം പോകുന്ന സംസ്കാരങ്ങളുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് ഈ കോസ്മോളജിയും ബയോളജിയും എക്കണോമിക്സും മെഡിസിനും ഇതെല്ലാം നിങ്ങളെടുത്ത് പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പാരഡൈം ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1970s ആദ്യമാണ് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്, കാര്യമായിട്ട് വിദേശയാത്രയൊക്കെ ചെയ്യുന്നത്. അന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ലഗേജ് അതിന് ആ പെട്ടിക്ക് വീലില്ലായിരുന്നു. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അമേരിക്കയിലോ യൂറോപ്പിലോ ഒന്നും വീലുള്ള പെട്ടി ആർക്കും ഇല്ല. എല്ലാവരും തന്നെ ഇത് വെയിറ്റ് എടുക്കണം, അല്ലെങ്കിൽ പോർട്ടർമാരെ കൊണ്ട് എടുപ്പിക്കണം. അത് കഴിഞ്ഞ് 90s ഒക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പോൾ വീലില്ലാത്ത ഒരു പെട്ടിയുമില്ല. ഈ ട്രോളി ബാഗ് ഉണ്ടല്ലോ, അതിന് വലിയ സംഗതി ഇല്ലെങ്കിൽ പോലും അതിനുമുണ്ട് വീൽ. ഇപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ പോയി നോക്കിയാൽ എല്ലാവരും വീലുള്ളതാണ്. നോർത്ത് നോക്കിയത് ദാറ്റ്സ് എ മേജർ പാരഡൈം ചേഞ്ച്. സിമ്പിൾ തിങ്ങാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഈ കാലഘട്ടം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബാക്ക് പാക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ
തോളിൽ പുറത്ത് തൂക്കിയിടുന്ന ബാഗ്. ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും കെട്ട് പുസ്തകങ്ങളാണ്. ഒരു പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ആൺപിള്ളേരാരും ഈ ബാഗ് ഉപയോഗിക്കുകയില്ല, അതൊരു മോശമാണ് ഞങ്ങളുടെ കാലത്ത്, ആരും ഉപയോഗിക്കുക. എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകും പുസ്തകങ്ങൾ. ഇപ്പോഴേ ഈ ബാക്ക് പാക്ക് വന്നപ്പോൾ യുവർ ഹാൻഡ്സ് ആർ ഫ്രീ, അല്ലേ? ഈ വെയിറ്റ് നിങ്ങളുടെ അന്നത്തെ കാലത്ത് പുറത്ത് ഭാണ്ഡം വിടുന്ന ഈ യാചകരൊക്കെയാണ്, വീടുകളിൽ വരുന്ന ധർമ്മക്കാരൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കെട്ടിത്തൂക്കി വരുന്നത് മോശമാണ്. അപ്പം ഇതെല്ലാം പാരഡൈം ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇൻ അവർ ഡെയിലി ലൈഫ്, ഇൻ അവർ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പോൾ ഇന്നത്തെ ഞാൻ പി കിഷോറിൻ്റെ ലേഖനം വായിക്കുകയായിരുന്നു. ഒത്തിരി ആളുകളിപ്പം കുക്കിംഗ് ഇല്ല. അമേരിക്കയിലും മറ്റ് കിച്ചൺ എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഡോക്ടർ കുന്നത്തൊക്കെ അവിടെ ധാരാളം താമസിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ അങ്ങനൊരു സംഗതി ഇല്ലിപ്പം. കിച്ചണിലേക്ക് ആളുകൾ പോകുന്നില്ല, കാരണം ദേ ഓർഡർ ഫുഡ്. അപ്പം കിച്ചണിൽ കുക്ക് ചെയ്യുന്നില്ല, കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഇങ്ങനെ കിടക്കും. അതൊരു വേറൊരു ചേഞ്ചാണ്. ഇതൊക്കെ എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ എവരി പാരഡൈം ചേഞ്ച് ഈസ് നോട്ട് ഓൾവേസ് എ ഗുഡ് ചേഞ്ച്, അത് നമ്മൾ ഓർത്തിരിക്കണം. ചില പാരഡൈംസ് ശാസ്ത്രത്തിലുണ്ടായത് നല്ലതാണ്, അത് കുറെ കഴിയുമ്പോൾ മാറിപ്പോവും പുതിയ പാരഡൈം വരുമ്പോഴത്തേക്ക്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രസ്സിനും ഫുഡിലുമുള്ള പാരഡൈംസ് ചിലപ്പം മാറിയെന്നിരിക്കാം. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകളും അവസാനിപ്പിക്കുകയാണ്. ഈ ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ദി സിംഗുലാരിറ്റി ഈസ് നിയർ എന്ന് പറഞ്ഞ റേ കുഡ്സ്വൈൽ എന്ന് പറയുന്ന ഓതറിൻ്റെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അയാൾ പറയുന്നത് നമ്മൾ 1 മില്യൺ വർഷങ്ങളായിട്ട് ഉണ്ടായ ചേഞ്ചസ് ഇനിയിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് സംഭവിക്കുമെന്ന് പറയുന്നു. വളരെ ശരിയാണ്, 5 മിനിറ്റ്. കാരണം ഞാൻ 1979 നമ്മുടെ പൗലോസ് ഗ്രിഗോറിയോസ് ചെയറാണല്ലോ. പൗലോസ് ഗ്രിഗോറിയോസ് അന്ന് MIT വെച്ച് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ വലിയ ടെക്നോളജിയുടെ ഫോർട്രസ്സാണ്. അവിടെ വെച്ച് നടത്തിയ ഫെയ്ത്ത് സയൻസ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുഴുവൻ ചെയർമാനും ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റായിട്ട് ഞാൻ അന്ന് അവിടെ പോയി. ഞങ്ങൾ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴേ MIT ഒരു പ്രൊഫസർ, അപ്പോൾ അവിടെ നൊബേൽ പ്രൈസ് കിട്ടിയ ധാരാളം പേര് ഇതിൻ്റെ അകത്തുണ്ട്, കാരണം MIT നിന്നാണല്ലോ ഒത്തിരി പേര് വരുന്നത്. ഞങ്ങളെ ഒരു വലിയ ഹോളിലേക്ക് കൊണ്ടുപോയി. 1979 ഓർക്കണേ. അപ്പം അവിടെ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്ന ഹോളാണ്. ഇതാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഒരു ഹോൾ മാത്രം. എന്നിട്ട് അദ്ദേഹം ഒരു ചിപ്പ് കയ്യിലെടുത്തു. ഒരു ചിപ്പ് കയ്യിലെടുത്ത് ഇങ്ങനെ ഇട്ട് തട്ടി ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവ് പോലെ ഒരു സാധനമാണത്. അപ്പോൾ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി അതും പോയി. ഇനിയിപ്പം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു പടം കണ്ടു. നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, എലോൺ മസ്ക്, ടെസ്ലയുടെയൊക്കെ ആൾ. അദ്ദേഹം പിന്നെ ശരീരം മുഴുവൻ തളർന്നു, ചെറുപ്പക്കാരൻ. ഒരപകടത്തിൽ അയാൾക്ക് ബോധത്തിന് കുഴപ്പമൊന്നുമില്ല, ശരീരം മുഴുവൻ തളർന്നു പോയി. അയാളുടെ ബ്രെയിനിൽ ചില സംഗതികൾ ഇംപ്ലാന്റ് ചെയ്തിട്ട് അയാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കമ്പ്യൂട്ടറിലേക്ക് വരും. ഒന്നും ചെയ്യേണ്ട, സംസാരിക്കേണ്ട, അടിക്കേണ്ട. നമ്മുടെ തോട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു കമ്പ്യൂട്ടർ. അപ്പം ഇതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന സംഗതി. അതിപ്പം വന്നു കഴിഞ്ഞ സംഗതി. അപ്പം അങ്ങനെ വരുമ്പം വാട്ട് കൈൻഡ് ഓഫ് ബ്രേക്ക് ത്രൂ ഓർ റാഡിക്കൽ ചേഞ്ച് ഓർ പാരഡൈം ഷിഫ്റ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതെങ്ങനെയാണ്? അതുകൊണ്ട് നമുക്കിപ്പോൾ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായിരിക്കും അടുത്ത. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കുഡ്സ്വൈലിൻ്റെ 1 മില്യൺ വർഷത്തെ ചേഞ്ച് എല്ലാം കൂടി 5 മിനിറ്റ് കൊണ്ട് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടറും. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ CEO, ഇന്ത്യക്കാരനാണല്ലോ, സത്യനാദല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ഹിറ്റ് റിഫ്രഷ് എന്ന് പറയുന്നത്. ടെക്നോളജി മാത്രമൊന്നുമല്ല, അത് ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്, ഹിറ്റ് റിഫ്രഷ്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും വെർച്വൽ റിയാലിറ്റിയും ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ വരാൻ പോകുന്ന സംഗതികളെക്കുറിച്ച് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. ഫ്യൂച്ചർ ഈസ് ഇൻ എ വേ വെരി വേഗ്. സം ഓഫ് us are scared. എന്തായിരിക്കും സ്കേർഡ് ആവേണ്ട കാര്യമില്ല. വി സ്റ്റിൽ ക്യാൻ
create a future which is good for all human beings and for all life. അത് ഓർക്കണം. മനുഷ്യന് മാത്രം നന്മയുള്ളതിനെക്കുറിച്ചാണ് ഇതുവരെ ടെക്നോളജി പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. സയൻസും ടെക്നോളജിയും വലിയ സയൻസും ടെക്നോളജിയും ഒക്കെയാണ്, പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഈ മനുഷ്യന് പ്രയോജനമുള്ളതിനെക്കുറിച്ചാണ്. ഇനിയിപ്പോൾ അത് പോരാ, മനുഷ്യന് മാത്രം പോരാ, സകല ജീവികൾക്കും നെറ്റ്വർക്ക് ഓഫ് ലൈഫിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ അതാണ് ഫ്യൂച്ചർ എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ധാരണ. അതിന് ഡീറ്റെയിൽസിലേക്കൊന്നും നമുക്കിപ്പം പോകണ്ട. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. അല്പസമയം വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് നമുക്ക് ചോദ്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് റേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഞാനിതിനെക്കുറിച്ച് പറഞ്ഞില്ല, ഇത് ഞാൻ കാര്യം എടുത്തുകൊണ്ട് വന്നെങ്കിലും ഇത് നിങ്ങളെ കിട്ടിക്കാണും അതല്ലേ. ഇതൊരു പഴയ പടമാണ് കേട്ടോ. സോറി, ഇത് നിങ്ങൾ കാണാമല്ലോ, ഇവിടെ നിന്ന് കാണാതെ. ഇത് ഇതിൻ്റെ ചോദ്യം, ഇതൊരു ഡക്ക് ഓർ റാബിറ്റ്, ഒരു താറാവാണോ അതോ ഒരു മുയലാണോ എന്നുള്ളത്. നിങ്ങൾ ഒരു വശത്ത് നോക്കിയാൽ മുയലിനെ കാണും അല്ലേ, മറുവശത്ത് നോക്കിയാൽ താറാവിനെ കാണും. അപ്പം ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനുപയോഗിച്ച എല്ലാ ഇൻഫർമേഷനും ഒന്ന് തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒറ്റ പടമായത്, ആർട്ടിസ്റ്റ് ഒരു പടമേ വരച്ചിട്ടുള്ളൂ, അതിനുപയോഗിച്ച ഇങ്ക് അല്ലെങ്കിൽ ചായം എല്ലാം അത് ഒന്നാണ്. പക്ഷേ നിങ്ങളുടെ പെർസെപ്ഷൻ അനുസരിച്ച് റാഡിക്കൽ ഡിഫറൻസാണ് അല്ലേ. മുയലും താറാവുമായിട്ട് ഒരു ബന്ധവുമില്ല. താറാവ് വെള്ളത്തിലും കൂടുതൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒന്നാണ്, മുയലിന് വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കുക. നിങ്ങൾക്കറിയാം അതിൻ്റെ ഡിഫറൻസ് അറിയാം. അപ്പം നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം മാറുമെന്നുള്ളത് അത് നമ്മളെ ചെല്ലെ ഭയപ്പെടുത്തും. അത് ഇപ്പം ഞാൻ കാണുന്ന ഈ ലോകം അല്ലേ അപ്പോൾ ലോകം എന്ന് നമുക്ക് ചോദിക്കാം. ഇന്ത്യയിലത് പക്ഷേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധനും മറ്റും അങ്ങനെയാണ് പറഞ്ഞത്. നമ്മുടെ കോൺഷ്യസ്നെസ്സാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ദി യൂണിവേഴ്സ്, ദി റിയാലിറ്റി ഓഫ് ദ വേൾഡ് ഈസ് ക്രിയേറ്റഡ് ബൈ യുവർ പെർസെപ്ഷൻ ആൻഡ് യുവർ കോൺഷ്യസ്നെസ്. അങ്ങനെ പറയുമ്പം നമുക്ക് ഇത്തിരി പ്രയാസം വരും, പക്ഷേ അങ്ങനെയാണ്. ഇവിടെ നിങ്ങളുടെ പെർസെപ്ഷൻ അനുസരിച്ച് ഇതിൻ്റെ റിയാലിറ്റി മാറുകയാണ്. ഇത് നല്ല ഉദാഹരണമായിട്ട് മുമ്പേ പറഞ്ഞ തോമസ് കുൻ ഈ ഉദാഹരണം എടുക്കുന്നുണ്ട്. ഇതാണ് സയൻസിലും മറ്റ് നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം തന്നെ നമ്മുടെ പെർസെപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനൊരു സ്പിരിച്വൽ സൈഡുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. ഹൗ ഡു യു പെർസീവ് ആൻഡ് വാട്ട് ഡു യു പെർസീവ്, ഫോർ വാട്ട് പർപ്പസ് യു പെർസീവ് ദിസ് ഓർ ദാറ്റ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത്. ഈ പുസ്തകം കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പൗലോസ് ഗ്രിഗോറിയോസ് എൻ്റെ ഈ ഫിലോസഫി ആൻഡ് ദ ക്വസ്റ്റ് ഫോർ മീനിങ്, അദ്ദേഹം കൊടുത്ത ടൈറ്റിലല്ല, അദ്ദേഹത്തിൻ്റെ ഫിലോസോഫിക്കൽ ആർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ്, ചെയറിൻ്റേതായിട്ടൂടെ പബ്ലിഷ് ചെയ്തതാണ് കേട്ടോ. ഇതിനകത്ത് കുറേ നല്ല ആർട്ടിക്കിൾസ് നമുക്ക് വായിച്ച് മനസ്സിലാകുന്നതാണ്. അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഈ റൈറ്റിങ്ങിലും എല്ലാം ഒന്നും മനസ്സിലാവില്ല, നമുക്ക് കുറേയൊക്കെ പ്രയോജനപ്പെട്ട ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഈ മീനിങ് വളരെ പ്രധാനപ്പെട്ട. ഇതെല്ലാം വാട്ട് ഫോർ ഫൈനലി എന്നുള്ള ചോദ്യം, അർത്ഥം പ്രധാനമാണ്. നമ്മൾ ആ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടും, സങ്കല്പിക്കും. ബട്ട് ഫൈനലി വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്, ഇതാണ് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഫോർ സയൻസ്, ഫോർ ഓൾ അതർ ഡിസിപ്ലിൻസ്. താങ്ക് യു.